Hi students, topic wrapper classes in Java. ജാവയിലെ റാപ്പർ ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ യൂസേജ് എന്താണ്, എവിടെയൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് നമുക്ക് ആവശ്യമായി വരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Wrapper class in a Java provides a mechanism to convert primitive into object and object into primitive. Normally Java എന്താണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്നാലും കൂടി നമ്മൾ സി പ്രോഗ്രാമിംഗിലൊക്കെ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന മാതിരി തന്നെയാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുക, ജാവ പ്രോഗ്രാമിലും ഡിക്ലെയർ ചെയ്യുക. ഒരു ഒബ്ജക്ട് റിലേറ്റഡ് ആയിട്ടല്ല നമ്മൾ ഡാറ്റ ടൈപ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ജാവ എന്താണ് 100% ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറയണമെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റാപ്പർ ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ജാവയുടെ 5 വേർഷൻ തൊട്ടിട്ട് നമ്മളിപ്പോൾ നോർമലി കൺവേർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് കൺവേർട്ട് ചെയ്തിരുന്നത്. ബൈ യൂസിങ് ഇൻറ്റു വാല്യൂ മെത്തേഡ് ആൻഡ് വാല്യൂ ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിരുന്നത്. നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. പക്ഷെ ആഫ്റ്റർ ജാവ 5 തൊട്ടിട്ട് ആ ഒരു സംഭവം, ഈ കൺവേർഷൻ, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഓട്ടോബോക്സിങ്ങും അൺബോക്സിംഗും ആണ്. നമ്മൾക്കൊരു പ്രിമിറ്റീവ് ടൈപ്പിനെ ഒബ്ജക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ അതിന് ഓട്ടോബോക്സിംഗ് എന്ന് പറയും. ഇനി ഒബ്ജക്റ്റിനെ പ്രിമിറ്റീവ് ആക്കി മാറ്റണമെങ്കിൽ അൺബോക്സിംഗ് പറയും. അത് ഓട്ടോമാറ്റിക്കലി നടക്കാൻ തുടങ്ങി ജാവ 5 തൊട്ടിട്ട്. അങ്ങനെ ഒരു ഫീച്ചർ ജാവ ആഡ് ചെയ്തു. ആ ഓട്ടോമാറ്റിക് കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോബോക്സിംഗ്. അതിന്റെ ഓട്ടോമാറ്റിക് കൺവേർഷൻ ഓഫ് പ്രിമിറ്റീവ് ഇൻറ്റു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഓട്ടോബോക്സിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺബോക്സിംഗ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് ടൈപ്പിന്റെ റാപ്പർ ക്ലാസ്സസ് ഏതൊക്കെയാണ്, ബൂളിയൻ ആണ്, ക്യാറിന്റെ ക്യാരക്ടർ, ബൈറ്റിന്റെ ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റീജർ, ലോങ്, ഫ്ലോട്ടിന്റെ ഫ്ലോട്ട് തന്നെയാണ്, ഡബിളിന്റെ ഡബിൾ. ഓൾ ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ക്യാറിൻ്റെത് ക്യാരക്ടർ ആണ്, ഇൻറ്റിൻ്റെത് ഇൻറ്റീജർ ആണ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മൾ ഓട്ടോബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഓട്ടോമാറ്റിക് കൺവേർഷൻ ഓഫ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ഇൻറ്റു എ കറസ്പോണ്ടിങ് റാപ്പർ ക്ലാസസ് നോൺ ആസ് ഓട്ടോബോക്സ്. അപ്പൊ നമ്മൾ ജാവ 5 വരെ നമ്മൾ എന്താണ്, വാല്യൂ ഓഫ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡാറ്റ ടൈപ്പിനെ ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റിയിരുന്നത്. പക്ഷെ ജാവ 5 ശേഷം ഇങ്ങനെ ഇതിന്റെ ഒരു ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോബോക്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ അൺബോക്സിംഗിൽ പ്രിമിറ്റീവ് ടൈപ്പിനെ ഒബ്ജക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ ഇൻറ്റു വാല്യൂ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, ഇൻറ്റു വാല്യൂ മെത്തേഡ്. അപ്പൊ അതും നമുക്ക് എന്തില്ല, ജാവ 5 ശേഷം അതിന്റെ ആവശ്യമില്ല, അതും ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതിനെയാണ് നമ്മൾ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നോക്കൂ, ഇൻറ്റ് a = 20, ഒരു ഇൻറ്റിജർ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻറ്റിജർ വാല്യൂ നമ്മളിവിടെ കൊടുത്തു, 20 എന്നുള്ള വാല്യൂ. അപ്പൊ അതിനെ നമ്മൾ ഇൻറ്റിജർ ഒബ്ജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു ബിഫോർ ജാവ 5, കൺവേർട്ടിംഗ് ഇറ്റ് ഇൻറ്റു എൻ ഇൻറ്റിജർ എക്സ്പ്ലിസിറ്റ്ലി, ഇൻറ്റിജർ ഡോട്ട് വാല്യൂ ഓഫ്. പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഇൻറ്റിജർ j = a എന്ന് എഴുതിയാലും കമ്പൈലർ ഇന്റേണലി അത് ചെയ്യും. ഓക്കെ, ഓട്ടോബോക്സിംഗ് ചെയ്യും. അപ്പൊ നമ്മൾ ഐയുടെയും ജെയുടെയും വാല്യൂ സെയിം ആയിരിക്കും. ഇനി അൺബോക്സിംഗിന്റെ കാര്യമാണെങ്കിലും നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, 3 എന്ന വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ നമ്മൾ പ്രിമിറ്റീവ് ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, ഇൻറ്റു j = a കൊടുത്താൽ തന്നെ ആ ഒരു കൺവേർഷൻ നടക്കും. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. അപ്പൊ പബ്ലിക് ക്ലാസ് റാപ്പർ എക്സാമ്പിൾ 1 നമ്മൾ ഇൻറ്റ് a = 20 എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നോർമലി ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റിജർ i = ഇൻറ്റിജർ ഡോട്ട് വാല്യൂ ഓഫ് a കൊടുക്കണമായിരുന്നു. പക്ഷെ ജാവ 5.0 ആ ഒരു വേർഷന് ശേഷം നമ്മൾ ഇപ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇൻറ്റിജർ j = a എന്ന് കൊടുത്തു, നമ്മൾ ഇൻറ്റിജർ j = a എന്ന് കൊടുത്താൽ നമുക്ക് സെയിം റിസൾട്ട് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ എക്ക് 20 നമുക്ക് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് കിട്ടുക. ഇതാണ് നമ്മുടെ ഓട്ടോബോക്സിംഗ്. ഇനി നമ്മൾ അൺബോക്സിംഗ് നോക്കുകയാണെങ്കിലും നോർമലി ചെയ്തിരുന്നത് ഇൻറ്റ് a = a ഡോട്ട് ഇൻറ്റു വാല്യൂ എന്ന് കൊടുക്കണമായിരുന്നു. അഥവാ നമ്മുടെ a എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻറ്റിജർ ഒബ്ജക്ട്, എയുടെ വാല്യൂ ഇപ്പൊ എന്താണ്, 3 ആണ്. അത് നോർമൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആക്കി മാറ്റണമെങ്കിൽ a ഡോട്ട് ഇൻറ്റു വാല്യൂ എന്ന് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇൻറ്റ് j = a കൊടുത്തു കഴിഞ്ഞാൽ ഇന്റേണലി ഇത് ഇങ്ങനെ വർക്ക് ചെയ്യപ്പെടും, കമ്പൈലർ തന്നെ അത് ചെയ്തോളും. അപ്പൊ നമ്മൾ ഇവിടെ ഐയുടെയും ജെയുടെയും വാല്യൂ സെയിം 3 ആയിട്ട് നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമ്മൾ നോർമലി ഓട്ടോബോക്സിംഗും അൺബോക്സിംഗും ഒരു പ്രോഗ്രാം നോക്കാം. നമ്മളൊരു റാപ്പർ എക്സാമ്പിൾ 3 നമ്മൾ ഇത്രയും എല്ലാ ടൈപ്പും നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഡാറ്റ ടൈപ്സ് ഡിക്ലെയർ ചെയ്തു, അതിന് വാല്യൂം കൊടുത്തു. എന്നിട്ട് അതിനാവശ്യമുള്ള എല്ലാ ഒബ്ജക്ട്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റിജർ, ലോങ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ബൂളിയൻ എല്ലാം എല്ലാ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തു. അത് ആ ഒരു കറസ്പോണ്ടിങ് ബി, ഇതിപ്പം ബൈറ്റ് ആണെങ്കിൽ ബി നമ്മൾ ആ ഒബ്ജക്റ്റിലേക്ക് കൊടുത്തു. j ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ഷോർട്ട് വാല്യൂന് കൊടുത്തു, നോർമൽ ഇൻറ്റിജറിന് കൊടുത്തു, എല്ലാം നമ്മൾ കൊടുത്തു, ലോങ് എല്ലാം നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അത് പ്രിന്റ് ചെയ്യാൻ പോവാണ്, ആ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്, ഓട്ടോബോക്സ്. ഇനി അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ആ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ടൈപ്പായിട്ട് ബൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു
ഡാറ്റ ടൈപ്പ് ആയിട്ട് ബൈറ്റ് വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ അങ്ങോട്ട് പാസ് ചെയ്തു. അങ്ങനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ഡാറ്റ ടൈപ്സും അങ്ങനെ ചെയ്തു. അതും നമ്മൾ എന്നിട്ട് പ്രിന്റ് ചെയ്തു, ബൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. അപ്പൊ ഇതൊന്ന് നമ്മൾ റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമ്മൾ ഫസ്റ്റ് ഒരു ഓട്ടോബോക്സിംഗിന്റെ വാല്യൂസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓട്ടോബോക്സിംഗ് ചെയ്തപ്പോഴുള്ള വാല്യൂസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ ഇത് ഒബ്ജക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്, ബൈറ്റ് ഒബ്ജക്റ്റ് ആണ്. ഇത് അതിന്റെ കറക്റ്റ് ഒരു ഡാറ്റ ടൈപ്പിന്റെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഓൾ അബൌട്ട് അവർ ഓട്ടോബോക്സിംഗ് ആൻഡ് അൺബോക്സിംഗ്. ഓക്കെ.